സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി ഗോപൻ. ഏവർക്കും തേർഡ് വിഷന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. കാട്ടുപന്നി കുറുകെ ചാടിയുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. തിരുമല കുശക്കോട് മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റും മുൻ ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനുമായ അജയ്കുമാറിന്റെ മകൻ ആദർശാണ് അപകടത്തിൽ മരിച്ചത്. ആദർശ് ഉൾപ്പെടെ 5 പേർ വിവിധ ബൈക്കുകളിലായി കൊടൈക്കനാലിലേക്ക് പോകുന്ന വഴിക്കാണ് അന്തർ സംസ്ഥാന പാതയിൽ കൊല്ലം മണത്തറ പ്രദേശത്ത് വെച്ച് കാട്ടുപന്നി കുറുകി ചാടിയത്. തുടർന്ന് ബൈക്ക് കാട്ടുപന്നിയിൽ ഇടിച്ച് നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആദർശിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഉടൻ തന്നെ സ്ഥലത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ആദർശ് ഹെൽമറ്റ് ധരിച്ചിരുന്നെങ്കിലും വീഴ്ചയിൽ ഹെൽമറ്റ് പൂർണ്ണമായും തകർന്നു. അപകടം നടന്ന മടത്തറ പ്രദേശം വനമേഖലയാണ്. കൂടാതെ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ സ്ഥലം കൂടിയാണ് ഈ പ്രദേശം. 9 വയസ്സുകാരിയുടെ മരണത്തിൽ ആശുപത്രിക്കെതിരെ കുടുംബം. താമരശ്ശേരിയിൽ 9 വയസ്സുകാരി പനി ബാധിച്ചു മരിച്ചു. കോരങ്ങാട് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി അനയെയാണ് മരിച്ചത്. കോരങ്ങാട് ആനപ്പാറ പോയിൽ സനൂപിന്റെ മകളാണ്. കടുത്ത പനിയെ തുടർന്ന് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ കുട്ടിയുടെ കുടുംബം ആശുപത്രിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വീട്ടിലെ മറ്റ് 2 കുട്ടികളെയും അടിയന്തര ചികിത്സയ്ക്ക് വിധേയമാക്കി. നടൻ ബിജുക്കുട്ടന് വാഹനാപകടത്തിൽ പരിക്ക്. ചലച്ചിത്ര നടൻ ബിജുക്കുട്ടന് വാഹനാപകടത്തിൽ പരിക്ക്. പാലക്കാട് കണ്ണാടി വടക്കുമുറിയിൽ വെച്ച് പുലർച്ചെ 6 മണിയോടെയാണ് അപകടം. ബിജുക്കുട്ടൻ സഞ്ചരിച്ചിരുന്ന കാർ ദേശീയപാതയ്ക്കരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ബിജുക്കുട്ടനും ഡ്രൈവർക്കും നേരിയ പരിക്കാണുള്ളതെന്നാണ് വിവരം. ഇരുവരും പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓണസദ്യ വീട്ടുപടിക്കൽ എത്തിക്കാൻ കുടുംബശ്രീ. ഇത്തവണ ഓണത്തിന് വേണ്ടതെല്ലാം മലയാളിയുടെ വീട്ടിലെത്തിക്കാനുള്ള തിരക്കിലാണ് കുടുംബശ്രീ പ്രവർത്തകർ. കുടുംബശ്രീ മിഷന്റെ ഓൺലൈൻ ആപ്പായ പോക്കറ്റ് മാർട്ട് ചിപ്സ്, ശർക്കര വരട്ടി, പായസം, സാമ്പാർ മസാല, മുളകുപൊടി, മല്ലിപ്പൊടി, വെജ് മസാല, മഞ്ഞൾപ്പൊടി എന്നിവ മാത്രമല്ല ഇത്തവണ 26 കൂട്ടം വിഭവങ്ങളുമായുള്ള ഓണസദ്യയും ഒരുക്കും. ജില്ലയിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഓണസദ്യ ഓർഡർ ചെയ്യാം. ഇതിനായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ 11 ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് കോൾ സെന്ററുകൾ പ്രവർത്തനം തുടങ്ങി. മൈക്രോ എന്റർപ്രൈസ് കൺസൾട്ടന്റ് ഗ്രൂപ്പുകൾ മേൽനോട്ടം വഹിക്കും. വ്യാജമദ്യ ദുരന്തം. മലയാളികളടക്കം 23 പേർ മരിച്ചതായി റിപ്പോർട്ട്. കുവൈറ്റിലെ വ്യാജമദ്യ ദുരന്തത്തിൽ മലയാളികളടക്കം 23 പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ. കണ്ണൂർ ഇരണാവ് സ്വദേശി P സച്ചിൻ മരിച്ചതായി കുടുംബാംഗങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. 4 വർഷം മുമ്പാണ് സച്ചിൻ കുവൈറ്റിലെത്തിയത്. പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങി. നിരവധി പേർ ചികിത്സയിലുണ്ട്. ഇതിൽ ചിലർ വെന്റിലേറ്ററിലാണെന്നാണ് വിവരം. 40ഓളം ഇന്ത്യക്കാർ ദുരന്തത്തിൽപ്പെട്ടതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതലും മലയാളികളാണെന്നാണ് സൂചന. വീടിന്റെ അടുക്കളയിൽ ഉഗ്രവിഷമുള്ള രാജവെമ്പാല. കണ്ണൂർ വാണിയമ്പാറ തുടിമരത്ത് വീട്ടിൽ അടുക്കളയിൽ ഒരു അനക്കം കണ്ടു നോക്കിയ വീട്ടുകാർ ഞെട്ടി. അടുക്കള മുറിയുടെ മൂലയ്ക്ക് ചുരുണ്ടുകൂടി കിടന്നത് കൂറ്റൻ രാജവെമ്പാല. പേടിച്ച വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മാർക്ക് പ്രവർത്തകരായ ഫൈസൽ വിളക്കോട്, മിറാജ് പേരാവൂർ, അജിൽ കുമാർ, സാജിദ് ആറളം എന്നിവർ സ്ഥലത്തെത്തി രാജവെമ്പാലയെ പിടികൂടുകയായിരുന്നു. പാമ്പിനെ പിന്നീട് വനത്തിൽ വിട്ടു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് 2ാം തവണയാണ് കണ്ണൂരിലെ വീട്ടിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടുന്നത്. നേരത്തെ തുടിമരം ടൗണിന് സമീപത്തെ കെട്ടിടത്തിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടിയിരുന്നു. മാർക്ക് പ്രവർത്തകൻ രാജവെമ്പാലയെ പിടികൂടി പിന്നീട് വനത്തിൽ വിട്ടു. 2 ദിവസം മുൻപ് വടക്കാഞ്ചേരി പൂതനക്കയത്തു കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ ഒഴുകുന്ന തോട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. തോട്ടിൽ പണിയെടുക്കുകയായിരുന്ന ജീവനക്കാരാണ് പാമ്പിനെ ആദ്യം കണ്ടത്. തുടർന്ന് വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. LDL കൊളസ്ട്രോളിന്റെ ഉയർന്ന അളവ് ഹൃദ്രോഗത്തിനും സ്ട്രോക്കിനും ഒരു പ്രധാന അപകട ഘടകമാണ്. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ എന്നിവ ഡയറ്റിൽ നിന്നും ഒഴിവാക്കുക. റെഡ് മീറ്റിന്റെ അമിത ഉപയോഗവും പരമാവധി കുറയ്ക്കുക. മധുരവും എണ്ണയും അടങ്ങിയ ഭക്ഷണങ്ങളും ഡയറ്റിൽ നിന്ന് ഒഴിവാക്കണം. നാരുകളും ആരോഗ്യകരമായ കൊഴുപ്പും അടങ്ങിയ ഭക്ഷണങ്ങൾ
ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ആരോഗ്യകരമായി ശരീരഭാരം നിലനിർത്തേണ്ടതും കൊളസ്ട്രോൾ കുറയ്ക്കാൻ പ്രധാനമാണ്. വ്യായാമം ചെയ്യുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള പ്രധാന മാർഗമാണ്. പുകവലിയും മദ്യപാനവും പരമാവധി ഒഴിവാക്കുക. സ്ട്രെസ് കുറയ്ക്കുന്നത് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.